ഓം. ഈശ്വരനിൽ സകല കർമ്മങ്ങളെയും അർപ്പിച്ച് കർമ്മങ്ങളെ ശ്രദ്ധിക്കുക. കർമ്മങ്ങളെന്ന് പറയുമ്പോൾ വിഹിതങ്ങളായ കർമ്മങ്ങളെ ചെയ്യേണ്ടുന്നവയെ ഈശ്വരനിൽ അർപ്പിച്ച് സകല സംഘങ്ങളും ഉപേക്ഷിച്ച് ആര് പ്രവർത്തിക്കുന്നുവോ ജീവിക്കുന്നുവോ അയാൾ താമരയില വെള്ളത്താൽ എന്ന പോലെ കർമ്മസംസ്കാരങ്ങളാൽ പാപത്താൽ ബന്ധിക്കപ്പെടില്ല. കേവലം സത്വശുദ്ധി മാത്രഫലമേവ തസ്യ കർമ്മണഃ സ്യാത്. കേവലം സത്വശുദ്ധി മാത്രഫലം ഏവ തസ്യ കർമ്മണഃ സ്യാത്. യസ്മാത്. അപ്പോൾ ഈ യോഗത്തിൻ്റെ കർമ്മയോഗത്തിൻ്റെ ഫലം നമ്മൾ വളരെയധികം പ്രാവശ്യം വിസ്തരിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കർമ്മയോഗത്തിലൂടെ ഫലം ചിത്തശുദ്ധിയും ഏകാഗ്രതയുമാണ്. ആ ചിത്തശുദ്ധിയും ഏകാഗ്രതയും കൈവരിക്കുന്നതിലൂടെ വിചാരക്ഷമത നേടുന്നു. ആ വിചാരക്ഷമത നേടിയ അന്ധഃകരണം കൊണ്ട് ശ്രവണ മനനാദി സാധനയിൽ പ്രവർത്തിച്ചിട്ട് മനുഷ്യൻ തത്വജ്ഞാനത്തിലേക്ക് ഉയരുന്നു എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭാഷ്യകാരൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്, കേവലം സത്വശുദ്ധി മാത്രഫലം ഏവ തസ്യ കർമ്മണഃ. കർമ്മത്തിൻ്റെ ഫലം സത്വശുദ്ധിയാണ്, അന്ധഃകരണശുദ്ധിയാണ്. അതിനായിക്കൊണ്ട് യോഗികൾ കർമ്മം ചെയ്യുന്നു. യോഗികൾ കർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കർമ്മയോഗം അനുഷ്ഠിക്കുന്നു. എങ്ങനെ നോക്കൂ. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിനഃ കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാത്മശുദ്ധയേ. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിനഃ കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാത്മശുദ്ധയേ. കായേന മനസാ ബുദ്ധ്യാ കേവലൈഹി ഇന്ദ്രിയൈഹി അപി യോഗിനഃ കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാ ആത്മശുദ്ധയേ. കായേന ശരീരം കൊണ്ട്, കായം ശരീരം. ഇപ്പം ശരീരം എന്ന് പറഞ്ഞാൽ സ്ഥൂലമാകാം, സൂക്ഷ്മമാകാം, കാരണമാകാം. എന്നാൽ ഇവിടെ മനസാ ബുദ്ധിയാന്ന് പ്രത്യേകിച്ച് വേറെ പറഞ്ഞതുകൊണ്ട്, കേവലൈഹി ഇന്ദ്രിയൈഹി എന്ന് വേറെ പറഞ്ഞതുകൊണ്ട് കായേന എന്നുള്ളതിന് സ്ഥൂലദേഹം എന്ന് തന്നെ അർത്ഥം എടുത്താൽ മതി. ദേഹം കൊണ്ട്. മനസാ മനസ്സുകൊണ്ട്, ബുദ്ധിയാ ബുദ്ധി കൊണ്ട്, കേവലൈഹി ഇന്ദ്രിയൈഹി കേവലങ്ങളായ ഇന്ദ്രിയങ്ങളെ കൊണ്ട്. കേവലങ്ങളായ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കലർപ്പില്ലാത്ത, വേറൊന്നിൻ്റെ ചേർച്ചയില്ലാത്ത ഇന്ദ്രിയങ്ങളെ കൊണ്ട്. അതായത് ഈ കേവല ശബ്ദം ഇന്ദ്രിയങ്ങളോട് ചേർത്ത് പറഞ്ഞതിനെ നമുക്ക് മറ്റെല്ലാത്തിനോടും ചേർക്കാം. അപ്പം എങ്ങനെ വരും? കേവലേന കായേന, കേവലേന മനസാ, കേവലയാ ബുദ്ധിയാ, കേവലൈഹി ഇന്ദ്രിയൈഹി എന്ന് വരും. കേവല ശബ്ദം എല്ലാത്തിനോടും കൂടെ ചേർത്താൽ. താത്പര്യം, നമ്മൾ
ഓരോ കരണത്തെ കൊണ്ട് വ്യാപാരം ചെയ്യുമ്പോഴും അതിനോടൊക്കെ ചേർത്തുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഒന്ന്. രണ്ട്, ഇതിൻ്റെ ഫലം എനിക്ക്, തുടങ്ങി പല പല മമത്വഭാവങ്ങളെയും ചേർത്തിട്ടാണ് കർമ്മം ചെയ്യാറ്. ഇപ്പൊ സാധാരണ ഒരു കർമ്മിയും കർമ്മയോഗിയും ജ്ഞാനിയും, ഇങ്ങനെ മൂന്ന് പേരെ നമുക്ക് എടുക്കാം. ജ്ഞാനി എന്ന് പറഞ്ഞാൽ വിജ്ഞാനി എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞേ. ഇപ്പൊ സാധാരണ കർമ്മി കർമ്മം ചെയ്യുന്നു. അതേ കർമ്മം കർമ്മയോഗി ചെയ്യുന്നു വിചാരിക്കുക. അതേ കർമ്മം ഒരു വിജ്ഞാനി, കർമ്മങ്ങൾക്കുപരിയുള്ള വിജ്ഞാനി, കർമ്മങ്ങൾ ആരിൽ നിന്ന് കൊഴിഞ്ഞു പോയിരിക്കുന്നു അങ്ങനെയുള്ള വിജ്ഞാനി ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ. പുറമെ നോക്കുമ്പോൾ മൂന്നും ഒരുപോലെ ആയിരിക്കും. ഉദാഹരണത്തിന് നമുക്ക് ഏതെങ്കിലും ഉദാഹരണം എടുക്കാം. വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, കർമ്മം. അപ്പൊ വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം മൂന്ന് പേരും കൊടുക്കുന്നു, ഒരുപോലെയാ കൊടുക്കും, ഒരു മാറ്റവും ഇല്ല. അപ്പൊ സാധാരണ കർമ്മി വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അതെങ്ങനെയാ കൊടുക്കണത്? പാവം, അയാൾ വിശന്നിരിക്കുക കേട്ടോ, ഞാൻ കൊടുക്കുകയാണ്, എനിക്ക് അതിനൊരു ദയുണ്ട്. അയാൾ വിശന്നിരിക്കണ കണ്ടോണ്ട് എനിക്കൊരു ദയ ഉണ്ടായില്ലേ? എത്ര പേര് കണ്ടു അയാൾ വിശന്നിരിക്കണത്? ദുഷ്ടജനങ്ങൾ. അവർക്ക് ആർക്കെങ്കിലും തോന്നിയോ കൊടുക്കാൻ? എന്ത് വൃത്തികെട്ട നാടാണിത്, എത്ര വൃത്തികെട്ട ആൾക്കാരാ. എനിക്കത് തോന്നിയ എൻ്റെ ഒരു ഗുണം, പുണ്യാണേ, പൂർവജന്മ പുണ്യം കൊണ്ടേ അതൊക്കെ തോന്നുള്ളൂ എന്നൊക്കെ സ്വയം അഭിമാനിച്ച് കൽപ്പിച്ച് അയാൾക്ക് കൊടുക്കുന്നു. ഇനി കർമ്മയോഗി കൊടുക്കുകയാണ്, അതേ ഭക്ഷണം തന്നെയാണ് കൊടുക്കണം, വിഭവത്തിനൊരു മാറ്റവും ഇല്ല. എങ്ങനെയാണ് കർമ്മയോഗി കൊടുക്കണത്? ഭഗവാനെ, അവിടുത്തെ ഉപാസിക്കാനായിട്ടുള്ളൊരു സാധ്യത എനിക്ക് കിട്ടിയല്ലോ, എല്ലാം അങ്ങേക്ക് തന്നെ, അങ്ങ് തന്നെയാണ് ഇവിടെ ഈ രൂപത്തിൽ വന്നിട്ടുള്ളത്. വിശക്കുന്ന ആളായിട്ട് വന്നിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ്. ഇതാ ഭഗവാന് ഞാൻ സമർപ്പിക്കുന്നു. ഇനി ജ്ഞാനിയോ? ജ്ഞാനി അവന് വിശക്കുണ്ട്, അവന് കൊടുക്കണം, കഴിഞ്ഞത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അവിടെ വേറൊന്നിൻ്റെ അനുബന്ധമില്ല. സാധാരണ കർമ്മി വിചാരിക്കണത് ഇതിൻ്റെ ഒരു പുണ്യം എനിക്ക് കിട്ടണമെന്നാണ്. ഇതിൻ്റെ പുണ്യം എനിക്ക് കിട്ടണം, അയാൾക്ക് ഭക്ഷണം കൊടുക്കണതിൻ്റെ പുണ്യം എനിക്ക് കിട്ടണമെന്നാണ് കർമ്മി വിചാരിക്കണത്. കർമ്മയോഗി അത് വിചാരിക്കണില്ല, ഭഗവാനെ അവിടുത്തെ ഉപാസനയാണിത് എന്നാണ്. എന്നാൽ വിജ്ഞാനി ഇതൊന്നും ചിന്തിക്കണില്ല, അയാൾക്ക് വിശക്കുണ്ട്, ഇവിടെ ഭക്ഷണമുണ്ട്, അത് എടുത്ത് കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പൊ ഒരേ കർമ്മം ബാഹ്യദൃഷ്ടിയിൽ ഒരേപോലെയാണ്. ഇനി പറയട്ടെ, ബാഹ്യദൃഷ്ടിയിൽ ഒരുപോലെ ആയിരിക്കുമോ? ചിലപ്പോൾ അതിൽ വ്യത്യാസം വരാം, ചിലപ്പോൾ ബാഹ്യദൃഷ്ടിയിലും വ്യത്യാസം വരാം. കാരണം കർമ്മി പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് കൊടുക്കുന്നത്. ലംബോദരൻ നായരുടെയും ദാക്ഷായണി അമ്മയുടെയും വിവാഹത്തിൻ്റെ 25ാം വാർഷികം പ്രമാണിച്ച് 3 പേർക്ക് അന്നദാനം ചെയ്തു. പത്രത്തിൽ ഒരു 10 സെൻറ്റിമീറ്റർ നീളമുള്ള പരസ്യം. അന്വേഷിച്ച് നോക്കിയപ്പോൾ 3 പേർക്ക് അന്നദാനം ചെയ്യാൻ മാക്സിമം അക്കാലത്ത് ഒരു 30 ഉറുപ്യ മതി. ഇപ്പം അല്ല, അന്ന് മാക്സിമം നല്ല 4 കൂട്ടം പായസം വെച്ചിട്ട് കൊടുക്കാൻ. ആ പരസ്യം കൊടുക്കാൻ 250 ഉറുപ്യ വേണം. അപ്പോൾ 30 ഉറുപ്യയുടെ ദാനം ചെയ്തിട്ട് 250 ഉറുപ്യ കൊണ്ട് പ്രചരിപ്പിച്ചു. എന്തെങ്കിലും കാരണവശാൽ പരസ്യം കൊടുക്കാൻ കഴിഞ്ഞില്ല വെച്ചാൽ ദാനം വേണ്ടാന്നും വയ്ക്കും. ഇല്ല, വയ്ക്കും. എന്ത് സംശയം? ഒരു സംശയമില്ല. ഇതാണ് കർമ്മിയുടെ സ്ഥിതി. കർമ്മയോഗിക്ക് ഈശ്വര പൂജ എന്നുള്ള രീതിയിൽ, ഈശ്വരാർപ്പണം എന്നുള്ള ഭാവത്തിലാണ്. അവിടെ കഴിഞ്ഞു, അവിടെ മറ്റൊരു അനുബന്ധമില്ല. മൂന്നാമത്തെ ആൾക്ക് ഒന്നുമില്ല, അയാൾക്ക് വിശക്കുന്നുണ്ട്, ഇവിടെ ഭക്ഷണമുണ്ട്, കഴിഞ്ഞു കൊടുത്തു, കഴിഞ്ഞു, വേറൊന്നുമില്ല. അപ്പൊ യോഗിയെ സംബന്ധിച്ച് ഇതിൻ്റെ ഫലം എനിക്ക് തുടങ്ങിയ മമത്വ സംഘങ്ങളില്ല. ഇപ്പൊ സാധാരണ കർമ്മി ചെയ്യുകയും ചെയ്യും, ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിക്കുകയും ചെയ്യും,
ഇതിൻ്റെ ഫലം എനിക്ക് എന്നുള്ളതുണ്ടാവും. എല്ലാം കൂടി ആകുമ്പം ഭാരം കൊണ്ട് ക്ഷീണിക്കും. കുറച്ച് പണിയെടുക്കുമ്പോൾ തന്നെ ക്ഷീണിക്കും. കർമ്മയോഗിക്ക് അതില്ല. അവിടെ ചെയ്യുന്നു, ഈശ്വരാർപ്പണ ഭാവത്തിൽ ചെയ്യുന്നു. അവിടെ കേവലമാണത്. അവിടെ മമ അസ്യ ഫലം, ഇതിൻ്റെ ഫലം എനിക്ക് എന്നുള്ള സങ്കല്പമൊന്നുമില്ല, കേവലമാണ്. ഇന്ദ്രിയത്തെ കൊണ്ട് ചെയ്യേണ്ടത് ഇന്ദ്രിയത്തെ കൊണ്ട് ചെയ്തു, മനസ്സുകൊണ്ട് ചെയ്യേണ്ടത് മനസ്സുകൊണ്ട് ചെയ്തു, ബുദ്ധി കൊണ്ട് ചെയ്യേണ്ടത് ബുദ്ധി കൊണ്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. അവിടെ ഇതിൻ്റെ ഫലം എനിക്ക്, ഇതിങ്ങനെ തുടങ്ങിയ അനുബന്ധങ്ങളൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് അത് കലർപ്പില്ലാത്ത കർമ്മമാണ്. അതുകൊണ്ട് കേവല ശബ്ദം പ്രയോഗിച്ചു. അപ്പം കേവലമായ ശരീരം കൊണ്ടും കേവലമായ മനസ്സുകൊണ്ടും കേവലയായ ബുദ്ധിയെ കൊണ്ടും കേവലങ്ങളായ ഇന്ദ്രിയങ്ങളെ കൊണ്ടും യോഗികൾ കർമ്മം ചെയ്യുന്നു. കർമ്മയോഗികൾ കർമ്മം ചെയ്യുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് വിജ്ഞാനിയെക്കുറിച്ചല്ല ഇവിടെ പറയണത്. വിജ്ഞാനിയെക്കുറിച്ച് പറഞ്ഞ പ്രകരണം ഈ നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിദ് എന്ന് തുടങ്ങി വർത്തന്ത ഇതി ധാരയൻ വരെ 2 ശ്ലോകങ്ങളാണ്. അതാണ് വിജ്ഞാനിയെക്കുറിച്ച് പറയണത്. ഇത് കർമ്മയോഗിയെക്കുറിച്ചാണ്. എന്തിനാ ഇപ്പോൾ യോഗി ഇങ്ങനെ ചെയ്യണത്? സാധാരണ ഒരു സാമാന്യമായിട്ട് കർമ്മി അതിൻ്റെ ഫലം കിട്ടാൻ വേണ്ടിയാണ് ചെയ്യണത്. എന്നത് എനിക്ക് കിട്ടണമെന്ന് വിചാരിച്ചിട്ട്, ഇയാൾക്കിപ്പോൾ കിട്ടണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല, പിന്നെ ഇതിനാ ചെയ്യണത്? ആവർത്തിച്ച് പറയുന്നു വിജ്ഞാനിയെ സംബന്ധിച്ചല്ല എന്നുള്ളത്. അപ്പം യോഗി എന്തിനു ചെയ്യുന്നു? അപ്പം പറയുന്നു ആത്മശുദ്ധയെ, അന്ധകരണ ശുദ്ധിക്കായിക്കൊണ്ട്, ഉള്ളം ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട്. എത്ര കണ്ട് ഈശ്വരാർപ്പണ ഭാവനയോടുകൂടി കർമ്മം ചെയ്യുന്നോ അത്ര കണ്ട് അന്ധകരണം ശുദ്ധമായി വരുന്നു. ആത്മശുദ്ധയെ നോക്കൂ. കായേന ദേഹേന മനസ ബുദ്ധ്യാച്ച കേവലൈഹി മമത്വവർജിതൈഹി ഈശ്വരായ ഏവ കർമ്മ കരോമി ന മമ ഫലായ ഇതി മമത്വബുദ്ധിശൂന്യൈഹി ഇന്ദ്രിയൈഹി അപി കേവലശബ്ദഃ കായാദിഭിः അപി പ്രത്യേകം സംബധ്യത്തെ. സർവവ്യാപാരേഷു മമതാവർജനായ യോഗിനഃ കർമ്മിണഃ കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാ ഫലവിഷയം ആത്മശുദ്ധയെ സത്വശുദ്ധയെ ഇത്യർത്ഥഃ. തസ്മാത് തത്ര ഏവ തവ അധികാരഃ ഇതി കുരു കർമ്മ ഏവ. കായേന ദേഹേന മനസാ ബുദ്ധ്യാ ച കേവലൈഃ മമത്വവർജിതൈഃ ഈശ്വരായ ഏവ കർമ്മ കരോമി ന മമ ഫലായ ഇതി മമത്വബുദ്ധിശൂന്യൈഃ ഇന്ദ്രിയൈഃ അപി. കേവലശബ്ദഃ കായാദിഭിः അപി പ്രത്യേകം സംബധ്യത്തെ. സർവവ്യാപാരേഷു മമതാവർജനായ യോഗിനഃ കർമ്മിണഃ കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാ ഫലവിഷയം ആത്മശുദ്ധയെ സത്വശുദ്ധയെ ഇത്യർത്ഥഃ. തസ്മാത് തത്ര ഏവ തവ അധികാരഃ ഇതി കുരു കർമ്മ ഏവ. അപ്പം ദേഹം കൊണ്ട്, മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട്. അപ്പം മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വ്യത്യാസം മനസ്സിലാക്കണം. രണ്ടും അന്ധകരണമാണ്. ഒന്ന് സങ്കല്പ വികല്പാത്മകമാണ്, ഒന്ന് നിശ്ചയാത്മികയാണ്. അതാണോ ഇതാണോ, അങ്ങനെ വേണോ ഇങ്ങനെ വേണോ, പോണോ പോണ്ടയോ, വേണോ വേണ്ടയോ, അതാണോ ഇതാണോ, ഇങ്ങനെ എന്തിനെ സംബന്ധിച്ചായാലും ഒരു സങ്കല്പം, ഉടനെ അതിൻ്റെ വികല്പം. ഇത് ചെയ്യുന്ന അന്ധകരണ വൃത്തിയാണ് മനസ്സ്. ഇങ്ങനെയുള്ള രണ്ടിൽ നിന്ന് ഒന്നിനെ തെരഞ്ഞെടുക്കുന്ന വൃത്തിയാണ് ബുദ്ധി. ബുദ്ധി അതാണ്, അല്ലെങ്കിൽ അതല്ല, വേണം അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ നിശ്ചയിക്കുന്നത് ബുദ്ധി. ഇതൊക്കെ ഒരു അന്ധകരണം തന്നെയാണ്.
അവയുടെ വൃത്തിഭേദം കൊണ്ടാണ് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നൊക്കെ നമ്മൾ നാലായി പറയുന്നത്. അപ്പോ മനസ്സാ ബുദ്ധിയ, അവിടെ മനസ്സാന്നുള്ളതിന് പ്രത്യേകിച്ച് ഭാഷ്യകാരൻ്റെ അർത്ഥവും പറഞ്ഞിട്ടില്ല. അപ്പോൾ സങ്കല്പ വികല്പാത്മകേന അന്ധക്കരണേന മനസ്സാ, സങ്കല്പ വികല്പാത്മകമായ അന്ധക്കരണം കൊണ്ട്, ബുദ്ധിയാച്ച അധ്യവസായ ലക്ഷണയ ബുദ്ധിയ ഉറപ്പിക്കുന്ന നിശ്ചയിക്കുന്ന ബുദ്ധി കൊണ്ട്, കേവലൈഹി മമത്വവർജിതൈഹി മമത്വരഹിതങ്ങളായ ഈ ഉപാധികളെ കൊണ്ട്, അതെങ്ങനെയാ മനസ്സിലായില്ല, ഈശ്വരായ ഏവ കർമ്മ കരോമി, ഭഗവാനായിക്കൊണ്ട് എല്ലാ കർമ്മങ്ങളെയും ഞാൻ ചെയ്യുന്നു. ഈശ്വരനായിക്കൊണ്ടാണ്, കാരണം ഇതിൻ്റെ എല്ലാം യജമാനൻ ഈശ്വരനാണ്. ന മമ ഫലായ, അല്ലാണ്ട് എൻ്റെ ഫലത്തിനായിക്കൊണ്ടല്ല, പരിമിതമായ ഒരു ഫലത്തെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന നിലയ്ക്ക് മമ ഫലായ ഇത് മമത്വബുദ്ധിശൂന്യൈഹി, മമത്വബുദ്ധിശൂന്യങ്ങളായ ഇന്ദ്രിയൈഹി, മറ്റത് ഇന്ദ്രിയം ഉണ്ടാവും, മമത്വബുദ്ധി ഉണ്ടാവും, മനസ്സും ഉണ്ടാവും, മമത്വബുദ്ധി ഉണ്ടാവും, ബുദ്ധി ഉണ്ടാവും, മമത്വബുദ്ധി ഉണ്ടാവും. അതില്ലാതെ, അതാണ് എൻ്റെ എന്നുള്ളത് ചേർക്കാതെ, എനിക്ക് എന്നുള്ളത് ചേർക്കാതെ. ഇന്ദ്രിയൈഹി ഇവിടെ പറയാണ്, ഭാഷ്യകാരൻ പറയാണ്, കേവല ശബ്ദ കായാദിഭിഹി അപി പ്രത്യേകം സമ്പദ്ധ്യതേ സർവവ്യാപാരേഷു മമതാവർജനായ, എല്ലാ വ്യാപാരങ്ങളിലും മമത്വം ഒഴിഞ്ഞിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി കേവല ശബ്ദം ശരീരം തുടങ്ങിയവയോടുകൂടെയും ചേർക്കണം. അപ്പോൾ ദേഹേന കായേന എന്ന് പറയുമ്പോൾ കേവലേന എന്ന് വരും. മനസ്സാ നപുംസകലിംഗമാണ് മനസ്സ്, അതുകൊണ്ട് കേവലേന എന്ന് വരും. ബുദ്ധിയാ, ബുദ്ധി സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് കേവലയാ എന്ന് വരും. അപ്പോൾ കേവലേന കായേന, കേവലേന മനസ, കേവലയാ ബുദ്ധിയാ, കേവലൈഹി ഇന്ദ്രിയൈഹി, കേവലങ്ങളായ ഇന്ദ്രിയങ്ങളെ കൊണ്ട്. അത് ബഹുവചനായതുകൊണ്ടാണ്. ബഹുവചനം അവിടെ ഇന്ദ്രിയങ്ങളുടെ ബഹുത്വം സങ്കല്പിച്ചിട്ടാണ്. ഇന്ദ്രിയങ്ങൾ 2 വിഭാഗങ്ങളിലായിട്ട് 5 5 10, അതുകൊണ്ടാണ് ബഹുവചനം. യോഗിനഃ കർമ്മിണഃ കർമ്മ കുർവന്തി, യോഗികൾ കർമ്മികൾ കർമ്മം ചെയ്യുന്നു. എങ്ങനെ? സംഘം ത്യക്ത്വാ ഫലവിഷയം, ഫലവിഷയം സംഘം ത്യക്ത്വാ, ഫലവിഷയമായ സങ്കല്പമാകുന്ന സംഘത്തെ ഉപേക്ഷിച്ച്, ഇതിൻ്റെ ഫലം എനിക്ക്, ഇന്നത് കിട്ടാൻ വേണ്ടി ഞാൻ ഇന്നത് ചെയ്യുന്നു, ഇതങ്ങനെയാണ്. അതൊഴിവാക്കി, അപ്പൊ യോഗിയായി. എന്തിനങ്ങനെ ചെയ്യണത് യോഗികള്? ആത്മശുദ്ധയെ, സത്വശുദ്ധയെ, അന്ധകരണ ശുദ്ധിക്കായിക്കൊണ്ട്, മനസ്സിൻ്റെ ശുദ്ധിക്കായിക്കൊണ്ട്. ഇവിടെയാണ് ഭാഷ്യകാരൻ പറയാണ്, തസ്മാത് തത്രയേവ തവ അധികാരോ, അതുകൊണ്ട് നീ മനസ്സിലാക്കൂ, നിനക്ക് അവിടെയാണ് അധികാരം. എന്താർത്ഥം? നിനക്ക് സന്യാസത്തിൽ അധികാരം ഇല്ല, നിനക്ക് കർമ്മയോഗത്തിലാണ് അർജുന അധികാരം, അതുകൊണ്ട് നീ കർമ്മയോഗം അനുഷ്ഠിക്കൂ. സന്യാസത്തിൽ നിനക്ക് അധികാരമായിട്ടില്ല, അതുകൊണ്ട് സന്യാസമൊന്നും സങ്കല്പിക്കേണ്ട ഇപ്പം എന്നർത്ഥം. കുരു കർമ്മ, അതുകൊണ്ട് നീ നിന്റെ പണിയെടുക്കുക. ഗീതയുടെ ഏറ്റവും ആവർത്തിച്ചുള്ള ഉപദേശം ഇത് തന്നെയാണ്, നീ നിന്റെ പണി നോക്കുക. വേറൊന്നുമില്ല. പണി ഒഴിഞ്ഞവർ അങ്ങനെ ഇരിക്കട്ടെ, അവരോട് പിന്നെ പണി നോക്കുമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പണി ഒഴിഞ്ഞവരോട് പണി പോക്കുമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? എന്താ അഭിപ്രായം? പണി ഒഴിഞ്ഞവർ, അവർക്ക് പണിയില്ല, അവരോട് പണി നോക്കെന്നോ പോക്കെന്നോ പറയേണ്ട ആവശ്യമില്ല, രണ്ടും പറയണ്ട. അപ്പം ഗീത മുഖ്യമായി ഉപദേശിക്കണം എന്താ? നീ നിന്റെ പണി നോക്കുക തന്നെയാണ്, വേറെ ഒന്നുമില്ല. നമുക്ക് ഈ ലോകത്തിൽ ഈ പൊല്ലാപ്പുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളെ പണി നമ്മൾ എടുക്കണമില്ല,
നമ്മളതല്ലാത്ത പണി എടുക്കുകയും ചെയ്യും. അതിലേന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയാണ് പൊല്ലാപ്പ് ഉണ്ടാക്കുന്നത്. അല്ല, ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മുടെയൊക്കെ ജീവിതം ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെയുള്ളത് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ ഒരു വർഷത്തെ ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ കഴിഞ്ഞൊരു 5 വർഷത്തെ ആലോചിച്ച് നോക്കൂ, 10 വർഷത്തെ ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മളെ പണി നമ്മളോട്ട് എടുക്കുകയില്ല, നമ്മളതല്ലാത്ത പണികൾ എടുക്കാനും തിരിച്ചറിവില്ല. ഏതാ നമ്മളതെന്ന് അറിയില്ല. എന്നിട്ട് ബാക്കിയുള്ളവരതൊക്കെ ഞാൻ എൻ്റെ എന്നും പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു സൃഷ്ടിപരമായ വികലതയുടെ ഫലമായിട്ടാണ്. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്കാണ് പോണത്, ഇല്ലേ? പരാഞ്ചിഖാനി വിതരണ സ്വയംഭൂ. പുറമേക്ക് ചരിക്കുന്നവരായിട്ടാണ് ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഈശ്വരൻ സൃഷ്ടിയാ തന്നെ വെച്ചിട്ടുള്ളത്. പുറമെ കാണുന്ന കണ്ണ്, പുറമെ കേൾക്കുന്ന ചെവി, പുറമേക്ക് മണക്കുന്ന മൂക്ക്, പുറമേക്ക് സ്പർശിക്കുന്ന ത്വക്ക്, ഇല്ലേ? പുറമേക്ക് രുചിക്കുന്ന നാക്ക്. അതുകൊണ്ട് നമ്മളെപ്പോഴും പുറമേക്കാണ് വ്യാപരിക്കണം. അവനെന്താ ചെയ്യണത്, അവളെന്താ ചെയ്യണത്, ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താ നീ ശ്രദ്ധിക്കണ്ടോ എന്ന് ആദ്യം ചിന്തിക്കുക, അല്ലേ? നമ്മൾ നോട്ടം മുഴുവൻ മറ്റുള്ളവരിലേക്കാണ്. അവനെന്താ അങ്ങനെ, അവളെന്താ അങ്ങനെ. അപ്പം എന്തായി? നമ്മൾ ചെയ്യേണ്ട പണിയല്ല, നമ്മളെക്കുറിച്ച് ഓർക്കാതെ ലോകത്തെ മുഴുവൻ കുറിച്ച് ഓർക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു ദിവസം എത്ര പ്രാവശ്യം നമ്മളെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നുണ്ട്? ഒരു പ്രാവശ്യം ആലോചിക്കുന്നുണ്ടോ? ഒറ്റ പ്രാവശ്യം ഉണ്ടെങ്കിൽ എത്ര പുണ്യാന്നറിയാം, എത്ര ഭാഗ്യമാണ്. ബാക്കിയുള്ളവരെ കുറിച്ച് ആലോചിക്കണത്, ഇല്ലേ? മോളെന്തായി, മോനെന്തായി, പതി എന്തായി, പത്നി എന്തായി എന്നൊരു കൂട്ടം. പിന്നെ ഈ ശരീരത്തിൻ്റെ സ്ഥിതി എന്താണ്, ഇന്ദ്രിയങ്ങളുടെ സ്ഥിതി എന്താണ്, മനസ്സിൻ്റെ സ്ഥിതി എന്താണ്, ബുദ്ധിയുടെ. നീ നിന്നെ പറ്റിയൊന്നും ആലോചിക്കുക. ഇതൊന്നും അല്ലല്ലോ നീ. നമ്മുടെ വ്യാകുലതകളൊക്കെ ഈ ഉപാധികളെ സംബന്ധിച്ചാണ്. അതിൻ്റെ ഒരു 10,000-ൽ-1 നമ്മൾ നമ്മളെപ്പറ്റി ആലോചിച്ചിരുന്നെങ്കിൽ എത്ര നന്നാവും. കുറച്ചെങ്കിലും സ്വാർത്ഥത വേണ്ടേ മനുഷ്യരായാൽ, അല്ലേ? ആലോചിച്ച് നോക്കൂ, ചിന്തിച്ച് നോക്കൂ. ഇത്രയും ഉയർന്നൊരു ജന്മം കിട്ടിയിട്ട് തീരെ സ്വാർത്ഥതയില്ലാതെ വെറും പരാർത്ഥം ജീവിച്ചിട്ട് ചത്തുപോയിട്ട് എന്ത് കാര്യമുള്ളത്? അതിന് വേദാന്തം പഠിച്ചാൽ നമുക്ക് നല്ലോണം സ്വാർത്ഥത ഉണ്ടാവണം എന്ന് മനസ്സിലാവും. മറ്റേ വെറും പരാർത്ഥം ജീവിക്കുകയാണ്. ചിന്തിക്കുക. അപ്പം അതുകൊണ്ട് ആത്മശുദ്ധയെ, അന്ധകരണ ശുദ്ധിക്കായിക്കൊണ്ട് നിനക്കതിനാണ് അധികാരം. അതുകൊണ്ട് നീ നിന്റെ പണി നോക്കൂ. യസ്മാദിച്ച് യാതൊരു കാരണം കൊണ്ട് ഇനിയും പറയാം. യുക്ത കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്തഃ കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. യുക്ത കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്തഃ കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. ആരോ ഫലേ എന്ന് പറയുന്നുണ്ട്, ഫാ പറയുന്നുണ്ട്. ഫാ ഇല്ല കേട്ടോ, ഈ ഭാഗത്തുനിന്ന് ആരോ ആണ്, ആരാല്ല. ഫാ ഇല്ല സംസ്കൃതത്തിൽ. ABCDEF ഉണ്ട്, സംസ്കൃതത്തിലില്ല. ഫ ശ്രദ്ധിക്കുക. ഫലം, കർമ്മഫലം. യുക്തൻ
കർമ്മഫലത്തെ ത്യക്ത്വാ ത്യജിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് ശാന്തിയെ ആപ്നോതി നേടുന്നു. എങ്ങനെയുള്ള ശാന്തിയെ? നൈഷ്ഠികീം നിഷ്ഠാപൂർവമായ ശാന്തിയെ, നിരന്തരമായ ചിരന്തനമായ നിലനിൽക്കുന്ന ശാന്തിയെ നേടുന്നു. അയുക്തനാകട്ടെ കാമകാരേണ കാമപ്രേരിതമായിട്ട് ഫലത്തിൽ ശക്തനായിട്ട് നിബധ്യതേ ബന്ധിക്കപ്പെടുന്നു. അവിടെ യുക്തൻ അയുക്തൻ എന്നീ രണ്ട് പദങ്ങളാണ് വളരെ ശ്രദ്ധേയമായത്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പ്രകരണം യോഗ പ്രകരണമാണ്, കർമ്മയോഗം. അപ്പൊ ഇവിടെ യുക്തൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? കർമ്മയോഗത്തോട് ചേർന്നവൻ എന്ന് വെച്ചാൽ എന്താർത്ഥം? ഫലകാമനയില്ലാതെ അഥവാ ഈശ്വരാർപ്പണ ഭാവനയാ കർമ്മം ചെയ്യുന്നവൻ. അങ്ങനെ യോഗയുക്തനായവനെയാണ് ഇവിടെ പറയണത്. യുക്ത എന്ന് പറഞ്ഞാൽ അവിടെ യോഗയുക്തൻ. കർമ്മയോഗയുക്തൻ. സമത്വം യോഗ ഉച്യതേ. ചെയ്യാനുള്ളത് ചെയ്യുന്നു, അതിൻ്റെ ഫലത്താൽ ബന്ധിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. സിദ്ധിയിലും അസിദ്ധിയിലും സമനായിട്ടുള്ള യാതൊരു സമത്വമുണ്ടോ അതാണ് യോഗം. ആ യോഗത്തോട് ചേർന്നവൻ യോഗയുക്ത, കർമ്മയോഗയുക്ത. അപ്പം അയാൾ കർമ്മഫലത്തെ ഉപേക്ഷിക്കുന്നു. കർമ്മഫലത്തെ ഉപേക്ഷിക്കുന്നു പറഞ്ഞാൽ കർമ്മഫല കാംക്ഷയില്ല. ഇത് ഈശ്വരനായിക്കൊണ്ടാണ്, ഇത് ഈശ്വരനെ പൂജിക്കുകയാണ്. അതുകൊണ്ട് ഇതിലൂടെ ഈശ്വരൻ എന്നോട് പ്രസാദിക്കട്ടെ എന്നുള്ളതൊന്നുമില്ല. ശ്രദ്ധിക്കുക. അങ്ങനെ യുക്തൻ കർമ്മഫലത്തെ ത്യജിച്ചിട്ട് അതിക്രമിച്ചിട്ട്, കർമ്മഫല ചിന്തയെ അതിക്രമിച്ചിട്ട്. ഇത് പറയാൻ വളരെ എളുപ്പമാണ്, പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അറിയാതെ കർമ്മത്തോട് ചേർന്ന് ഫലചിന്ത വന്നു ചേരും. അറിയാതെ. അവിടെ ഒറ്റ വഴിയേ ഉള്ളൂ, ഭഗവാനെ പൂജിക്കുകയാണ്, ഇത് ഈശ്വര അർപ്പണമാണെന്നുള്ള ഭാവനയെ വളർത്തുക. അങ്ങനെ കർമ്മഫലം ത്യക്ത്വാ നൈഷ്ഠികീം ശാന്തിമാപ്നോതി. നൈഷ്ഠികീം ശാന്തി, നിഷ്ഠാപൂർവമായ ശാന്തി. അത് പറയാൻ കാരണം പ്രായണ ഭൂരിഭാഗം ജനങ്ങൾക്കും ഇടയ്ക്കൊക്കെ ശാന്തി ഉണ്ടാവാറുണ്ട്, ഇല്ലേ? ഇടയ്ക്ക് ശാന്തി ഉണ്ടാവും. അല്പം കഴിഞ്ഞാലോ അശാന്തിയായി. കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും ശാന്തിയായി, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അശാന്തിയായി. ഇതാണ് പൊതു സ്വഭാവം. എന്താ പറയേണ്ടത്? വിക്ഷിപ്ത ഭൂമിക എന്ന ഭൂമികയിലാണ് ഭൂരിഭാഗം പേരും ഉണ്ടാവുക. വിക്ഷിപ്ത ഭൂമിക എന്ന് പറഞ്ഞാൽ കല്ലങ്ങി മറഞ്ഞിരിക്കും മനസ്സ്. കുറച്ചു നേരം കഴിഞ്ഞാൽ ശാന്താവും, കുറച്ചു നേരം കഴിഞ്ഞാൽ വീണ്ടും കലങ്ങി. എന്തെങ്കിലും കാരണം വന്നാൽ മതി. ഒരു കാരണം ഉണ്ടാക്കും നമ്മൾ, ഇല്ലേ? ഒരു എന്താ പറയേണ്ടത്? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിയിട്ട് മനസ്സിന് വിക്ഷേപം കൊടുക്കണം, എന്നാലേ ഒരു സുഖമുള്ളൂ. ഇങ്ങനെയാണ് ഭൂരിഭാഗം പേരും. അപ്പോൾ സാമാന്യ ജനസമൂഹത്തിന് ശാന്തിയില്ല എന്ന് പറഞ്ഞൂടാ. ശാന്തിയും അശാന്തിയും ശാന്തിയും അശാന്തിയും എന്നുള്ള രീതിയിലാണ് പോണത്. അത് നൈഷ്ഠികയല്ല. പലപ്പോഴും നമ്മൾ നമ്മുടെ ശാന്തിക്ക് മറ്റു ബാഹ്യങ്ങളായ പലതിനെയും നമ്മൾ ആശ്രയിക്കും. വളരെ സുഖാണ് സ്വാമി, ശാന്തിയാണ്. എന്താണ്? റിട്ടയർ ചെയ്തു, സാമാന്യം നല്ല
പെൻഷനുണ്ട്, വളരെ സ്നേഹസമ്പന്നയായ പത്നിയുണ്ട്, സ്നേഹസമ്പന്നരായ മക്കളുണ്ട്, അത്യാവശ്യം ചുറ്റുപാടൊക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ ശാന്തിയാണ്, ഒരു പ്രശ്നമില്ല. ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴോ എന്താ പറ്റി, മുഖമൊക്കെ വല്ലാതെ ഉണ്ടല്ലോ, എന്ത് പറ്റി? ഒന്നും പറയണ്ട സ്വാമി, അവൾ വേറൊരുത്തൻ്റെ കൂടെ പോയി. ഓ, അതിനെന്താ സമാധാനമല്ല? നിനക്കത് സമാധാനമുണ്ട്? അല്ലെങ്കിൽ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കണില്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ അവൻ അത്രയും വളർത്തിയതല്ലേ, എൻ്റെ ഒരു അറിവോ സമ്മതമോ ഇല്ലാതെ അവൻ വേറൊരുത്തിനെയും കൊണ്ട് വീട്ടിൽ വന്നിരിക്കുക. നീയല്ലേ ശാന്തിയെന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം, ഇപ്പം എന്തായി? അപ്പം നമ്മുടെ ശാന്തിന്ന് നമ്മൾ കണക്കാക്കുന്നത് ബാഹ്യങ്ങളായ വിഷയങ്ങളെയും വ്യക്തികളെയും സാഹചര്യങ്ങളെയും ആസ്പദമാക്കിയിട്ടാണ്. അതെങ്ങനെ ശാന്തിയാവുക? കാരണം ഇതൊക്കെ മാറി മറിയുന്നതാ. അതന്നെയാ പറഞ്ഞു ഇതൊക്കെയല്ലേ മനസ്സിലേക്ക് വരിക. അതന്നെയാണ് പറഞ്ഞത്, അത് തന്നെയാ പറഞ്ഞത്, അത് തന്നെയാ പറഞ്ഞത്. ഇതൊക്കെ തന്നെയാ മനസ്സിലേക്ക് വരിക. എന്നാലും സ്വാമി ഞാൻ എങ്ങനെ കൊണ്ടു നടന്നതായിരുന്നു, എന്നിട്ട് ഇപ്പം എങ്ങനെയായി? അപ്പം നീ കൊണ്ടു നടന്നതാണോ, ഇന്നതൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ച് നടന്നതാണോ? വലിയ പ്രശ്നമാണ്. എന്നിട്ടും ഇവിടെ ഒരാൾ വന്നിരുന്നു, ഇപ്പോഴും അവർക്ക് കുറച്ച് കൊല്ലം 5-6 കോവിഡിൻ്റെ മുമ്പാ. ഇയാളൊരു 70-ന് മുകളിൽ വയസ്സുള്ള ആളാണ്. പാവം കരയാണ്. കുട്ടികളൊക്കെ കരയാന്ന് വെച്ചാൽ തിരക്കല്ലേ, നമുക്ക് മനസ്സിലാക്കിയത്. ഇത്രയും പ്രായമുള്ള ആൾക്കാരെ കരഞ്ഞാൽ എന്താ സുഖമുള്ള? ഇപ്പം എന്താ സംഭവിച്ചാൽ അയാളുടെ പത്നി കാമുകൻ്റെ കൂടെ പോയി. അവർക്കൊരു 66 വയസ്സാണ്. എന്താ ചിരിക്കണേ? എന്താ 66 എന്താ കാമൊന്നും പാടില്ലേ? അത് അങ്ങനെ കളിയാക്കാൻ പാടില്ല. ആ കാമുകൻ്റെ കൂടെ പോയി. ഇയാൾക്ക് പ്രശ്നം കാമുകൻ്റെ കൂടെ പോയതിലല്ല, അതാണ്. അവൾക്ക് സമാധാനം സന്തോഷം അതാന്ന് വെച്ചാൽ പോയിക്കോട്ടെ സ്വാമി, അത് എനിക്കും ഇഷ്ടമാണ്. പക്ഷേ അവളെ മതം മാറ്റുമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ്. അതെനിക്ക് സങ്കടമാവും, സഹിക്കാൻ വയ്യ, പൊട്ടി കരയാണ്. ഇയാൾക്ക് 70 ചില്ലാൻ വയസ്സായി. അമ്മയ്ക്ക് 66 വയസ്സ് 67 വയസ്സ് ആ പ്രായമാണ്. എന്നിട്ടാണ് കാമുകൻ ചെറുപ്പക്കാരനാണ്, വളരെ ചെറുപ്പക്കാരനാണ്. അയാൾ കരയുക. അവൾക്ക് സന്തോഷം സമാധാനം അതാ പൊയ്ക്കോട്ടെ, എനിക്ക് ഒരു വിരോധമില്ല എന്നാണ് പറഞ്ഞത്. ഇതൊരു വിരോധമില്ല. പക്ഷെ അവളെ മതം മാറുമല്ലോ എന്ന് ആലോചിച്ചിട്ട് വല്ലാത്തൊരു വിഷമം. എന്നാൽ പോയില്ലേ, ഇനിയെങ്കിലും വിട്ടോളൂ നിങ്ങൾ, പോട്ടെ. അങ്ങനെ പറയല്ല സ്വാമി, ഇത് പിന്നെ വരട്ടെ, അല്ലാണ്ട് ഇപ്പം എന്ത് പറയാനാ? അല്ലാണ്ട് എന്ത് പറയും? അപ്പം ബാഹ്യമായി ഒന്നിലും നമുക്ക് ആശ്രയിക്കാൻ ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. മിനിഞ്ഞാന്ന് ഒരാൾ ഫോൺ ചെയ്തു, മിനിഞ്ഞാന്നല്ല, നമ്മളെ അന്തര്യോ തുടങ്ങുന്നതിൻ്റെ തലേന്ന് 22-ാം തീയതി. പേര് ഇപ്പോൾ പറയണില്ല, കാരണം അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അയാൾ നാളെ കേട്ടിട്ടൊരു വിഷമം തോന്നണ്ട. വളരെ വലിയൊരു തറവാട്, വലിയ സമ്പത്ത് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം മക്കൾക്ക് കൊടുത്തു. മക്കൾക്കല്ല, മകൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, മറ്റൊരു രാജ്യത്താണ്, കാനഡയിലാണ്. അപ്പോൾ സ്വത്തൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ മകൻ ഒരു ദിവസം ഇയാൾക്കപ്പോൾ 70% കാഴ്ചയില്ല, 30% കാഴ്ചയുണ്ട്. ഇയാളൊരു പട്ടണത്തിന് നടുക്ക് ഉപേക്ഷിച്ച് പോയി. ഈ പാവത്തിന് എങ്ങോട്ട് പോകാനാ? കാരണം വീട് മകന് കൊടുത്തുപോയി, സ്ഥലം മകന് കൊടുത്തുപോയി. അപ്പോൾ സ്വാമി എന്നെ ഒന്ന് രക്ഷിക്കണം എന്നാണ്. നിങ്ങൾ രക്ഷിക്കാൻ ഞാനാരാ? ഏതായാലും നിങ്ങൾ വന്നോളൂ, നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. 29-ാം തീയതി ഇവിടെ അന്തര്യോഗമുണ്ട്. അപ്പോൾ ആ ദിവസം വരെ അതിൽ പങ്കെടുക്കുകയും ചെയ്യാം. അപ്പം മനസ്സിനും കുറച്ചൊരു സമാധാനമൊക്കെ ഉണ്ടാവും. വൃദ്ധസേവാ കേന്ദ്രത്തിൽ ഇവിടെ 15 ഫുള്ളാണ്. എന്നാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാം, വരൂ, നിങ്ങൾ വിഷമിക്കേണ്ട. പൊട്ടി കരയാണ് അയാൾ, പൊട്ടി കരയാണ്. അയാൾ കുട്ടീനെ വളർത്തുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും? കാല് വലുതാവുണ്ടോ, കൈ വലുതാവുണ്ടോ, മൂക്ക് വലുതാവുണ്ടോ നോക്കിയിട്ടല്ലേ വളർത്തിയിട്ടുണ്ടാവുക. സ്കൂളിൽ ചേർക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും അയാളുടെ ഭാവന? ദിവസവും കൈ പിടിച്ച് കൊണ്ടുപോവുക, കൂട്ടിക്കൊണ്ടുവരിക, കളിപ്പിക്കുക. അതിന് കുട്ടി നല്ല 10-ാം ക്ലാസ് നല്ല മാർക്ക് പാസ്സായപ്പോൾ എന്തൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും.
ഡിഗ്രി പാസ്സായപ്പോൾ, അത് CA ചേർത്തപ്പോൾ അതിനേക്കാളൊക്കെ സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും അയാൾക്ക് കാനഡയിൽ ജോലി കിട്ടിയപ്പോൾ. ഒക്കെ ഉണ്ടാവും. അച്ഛനല്ലേ. അത് കഴിഞ്ഞ് എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും സ്വത്തൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടാവുക. അപ്പട്ട തെറ്റി. അതുവരെ ഒന്നിനും കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ കരയണത് എന്തുകൊണ്ടാ? കരയണത് മകൻ പുറത്താക്കിയോണ്ടല്ല. ഇത് കഥയാന്ന് വിചാരിക്കരുത്. ഇത് ഉള്ളത് ഉള്ള പോലെ പറയുകയാണ്. ഇപ്പൊ കരയണത് മകൻ പുറത്താക്കിയോണ്ടല്ല. ആണോ? അല്ല. മകനിൽ പ്രതീക്ഷ വെച്ചോണ്ടാ. ഇന്ന് ഞാൻ നോക്കുന്ന മകൻ നാളെ എന്നെ നോക്കും എന്ന് സങ്കല്പിച്ചോണ്ടാ. ആ സങ്കല്പം ഇല്ലേന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല, പോടാ, അത്രയേ ഉള്ളൂ. അപ്പൊ ബാഹ്യമായിരിക്കുന്ന സാഹചര്യം കുറച്ചൊന്ന് നോക്കണം. മുഴുവൻ സ്വത്ത് കൊടുക്കരുത്. എൻ്റെ മോൻ എന്നെ ചതിക്കില്ല, അത് ഓരോരുത്തരും പറയും. വിവരം അറിയുമ്പോഴേ വിവരം അറിയുള്ളൂ. അത്രയേ ഉള്ളൂ. അവിടെ മോനെന്നോ പത്നി എന്നോ പതി എന്നൊന്നുമില്ല, ഒരു ഭേദവും ഇല്ല. ലോകത്തിൽ ആർക്കും ഒഴിഞ്ഞ കടലാസിൽ ഒപ്പിട്ട് കൊടുക്കരുത്. ദശരഥന് പറ്റിയതാ. ദശരഥൻ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ടു. 1 അല്ല 2. എപ്പോൾ വേണിച്ചാ കളക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പെട്ടില്ലേ? 2 ബ്ലാങ്ക് ചെക്കാ ഒപ്പിട്ട് കൊടുത്തത് കൈകൈക്ക്. ആരും ഞാൻ നിങ്ങളെ പത്നിയല്ലേ, ഇതൊന്നും ഒപ്പിടൂ മോളെ, അതൊക്കെ വേറെ വർത്താനം, ഒപ്പ് ഞാനില്ല, എത്രന്ന് എഴുതിയാ ഞാൻ ഒപ്പിടാം. അതെ, ഞാൻ നിന്റെ പതിയല്ലേ, ഒന്ന് ഒപ്പിടൂ, ഒരു ഒഴിഞ്ഞ കടലാസിൽ ഒപ്പിടരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതിയിട്ട് ഒപ്പിട്ട് കൊടുക്കുക, അല്ലാതെ വയ്യ. അപ്പം ഇതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ പ്രതീക്ഷ, സംഘം, ഇന്ന് ഞാൻ നോക്കണു നാളെ, അതാണ് പ്രശ്നം. അതൊന്നുമില്ല. സംഘം ത്യജിച്ചോ സുഖം, ശാന്തി, നൈഷ്ഠികയും ശാന്തി. അല്ലാത്തവർക്ക് ഇടയ്ക്ക് ശാന്തിയും ഇടയ്ക്ക് മുട്ടുശാന്തി എന്ന് പറഞ്ഞ പോലെയാണ്. അത് അല്ലാണ്ടെന്താ? എന്താ എന്ത്? അതെ അതെ, സ്ഥിരശാന്തി ഇല്ല, നൈഷ്ഠികയും ശാന്തി ഇല്ല എന്നർത്ഥം. ഒരു മുട്ടുശാന്തിയേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ശാന്തി ഉണ്ടാവുക, ഇടയ്ക്കിടയ്ക്ക് ശാന്തി ഇല്ലാണ്ടാവുക, അത് തന്നെ. ശരി, അപ്പൊ അതാണ് സ്ഥിതി. അയുക്ത കാമകാരേണ. കാരണം അയുക്തൻ ചെയ്യണതൊക്കെ കാമം കൊണ്ടാ, കാമപ്രേരിതമായിട്ടാ ചെയ്യണത്. എന്ത് പണി ചെയ്യണത്, എല്ലാ പണിയും, നല്ല നല്ല പണികളൊക്കെ അവർ ചെയ്യും കേട്ടോ, നല്ല നല്ല പണികൾ ചെയ്യും. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, മഹാദുഷ്ടനായിട്ടുള്ള ആളാണ്. ഇത്ര ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ അത്ര ദുഷ്ടനെ കാണില്ല. ലോകത്തിൽ ഒരാൾക്ക് ഉപകാരം ചെയ്യില്ല എന്ന് മാത്രമല്ല, എന്തൊക്കെ ഉപദ്രവം ചെയ്യാൻ സാധിക്കും അതൊക്കെ ചെയ്യും. വഴിയിൽ മുള്ളു കൊണ്ടിടുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന ആളാണ്. എന്തൊക്കെ ഉപദ്രവം നാട്ടിൽ ചെയ്യാൻ പറ്റാൻ മുഴുവൻ ചെയ്യുന്ന ആള്. പക്ഷെ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ടാണ് അയാൾ മരിച്ചു കഴിഞ്ഞാൽ ശവശരീരം മെഡിക്കൽ കോളേജിൽ കൊടുക്കണം എന്ന് പറഞ്ഞത്. ഇത്ര പുണ്യവാനാണോ ഇയാൾന്നാ. അപ്പോഴാണ് അന്വേഷിച്ചത്, മറ്റേലെല്ലാം ഇട്ട് വെക്കുക, അതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ല? എന്തിലാ ശവശരീരം ഇട്ട് വെക്കുക? അതാണ്, അതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല, വേറൊരു കാരണവുമില്ല. നല്ല ദിവസം കുടിക്കുന്ന ആളാണ്, നല്ല കുടിയനാണ്. അപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാലും എനിക്ക് സ്പിരിറ്റ് ഒരു കൊല്ലെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള ആഗ്രഹമാണ്. അതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്ത് നന്മ എന്ന് പറയുന്നത് ചെയ്താലും അതിൻ്റെ പിന്നിൽ ഒരു ഉടക്കുണ്ടാവും. കാമകാരേണ. നല്ല കർമ്മങ്ങളൊക്കെ അവർ ചെയ്യും, ലോകത്തിന് ഒരുപാട് ഉപകാരം ചെയ്യും, ഒരുപാട് ഉപകാരം ചെയ്യും. വാസ്തവത്തിൽ മറ്റൊന്നു കൂടി പറയാം, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കേമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരെ പിടിക്കണം നല്ലത്. കാരണം അവരെന്ത് ചെയ്യും, ഒന്ന് പിരികേറ്റി കൊടുത്താൽ മതി. ഏട്ടാ, നിങ്ങളല്ലാതെ ഇത്ര നല്ല ചെയ്യണം ആരാ ലോകത്തിലുള്ളത്, അതുകൊണ്ട് എനിക്കൊരു 10 ലക്ഷം ഉറുപ്പ്യ തരണേ, 11 ലക്ഷം തരും ഉറപ്പാ. കാരണം കാമകാരേണ. അപ്പൊ എന്തുണ്ടാവും? ഫലേ ശക്ത, ഫലത്തിൽ ആസക്തനായിട്ട് നിബദ്ധ്യതേ, ബന്ധിക്കപ്പെടുന്നു. ഇതാണ് യുക്തൻ്റെയും അയുക്തൻ്റെയും ഭേദം. ശ്രദ്ധിക്കുക, നോക്കൂ. യുക്ത ഈശ്വരായ കർമാണി ന മമ ഫലായ ഇത്യവം സമാഹിതഃ സൻ കർമ്മഫലം ത്യക്ത്വ പരിത്യജ്യ
ശാന്തിം മോക്ഷാഖ്യം ആപ്നോതി നൈഷ്ഠികീം നിഷ്ഠായാം ഭവാം സത്വശുദ്ധി ജ്ഞാനപ്രാപ്തി സർവകർമ്മ സന്യാസ ജ്ഞാനനിഷ്ഠാക്രമേണ ഇതി വാക്യശേഷഃ. യഹ തു പുനഃ അയുക്തഃ അസമാഹിതഃ കാമകാരേണ കരണം കാരഃ കാമസ്യ കാരഃ കാമകാരഃ തേന കാമകാരേണ കാമപ്രേരിതതയാ ഇത്യർത്ഥഃ. മമ ഫലായ ഇദം കരോമി കർമ്മ ഇത്യേവം ഫലേ ശക്തഃ നിബധ്യത്തെ അതഃ ത്വം യുക്തോ ഭവ ഇത്യർത്ഥഃ. യുക്തഃ ഈശ്വരായ കർമാണി ന മമ ഫലായ ഇത്യേവം സമാഹിതഃ സൻ കർമ്മഫലം ത്യക്ത്വാ പരിത്യജ്യ ശാന്തിം മോക്ഷാഖ്യം ആപ്നോതി നൈഷ്ഠികീം നിഷ്ഠായാം ഭവാം സത്വശുദ്ധി ജ്ഞാനപ്രാപ്തി സർവകർമ്മ സന്യാസ ജ്ഞാനനിഷ്ഠാക്രമേണ. അത് തന്നെ, സത്വശുദ്ധി ജ്ഞാനപ്രാപ്തി സർവകർമ്മ സന്യാസ ജ്ഞാനനിഷ്ഠാക്രമേണ ഇത് വാക്യശേഷഃ. അപ്പോൾ യുക്തൻ എന്ന് പറഞ്ഞാൽ യോഗയുക്തൻ, കർമ്മയോഗത്തോട് ചേർന്നവൻ. അവനെന്താ ഭാവന ചെയ്യണത്? കർമാണി ഈശ്വരായ, ഈ കർമ്മങ്ങളൊക്കെ ഈശ്വരനായിക്കൊണ്ടാണ്. ന മമ ഫലായ, എൻ്റെ പരിമിതമായ ഫലത്തിനായിക്കൊണ്ട് അല്ല. ഇത്യേവം സമാഹിത, ഇങ്ങനെ സമാഹിതനായിട്ടുള്ള കർമ്മയോഗി കർമ്മഫലം ത്യക്ത്വാ, കർമ്മഫലത്തെ ത്യജിച്ച്, അയാളെ കർമ്മഫലം ബന്ധിക്കില്ല. പരിത്യജ്യ ശാന്തിം മോക്ഷാഖ്യം ആപ്നോതി നൈഷ്ഠികീം നിഷ്ഠായാം ഭവം, നിഷ്ഠയിലുള്ള എന്ന് പറഞ്ഞാൽ വ്യതിചലനമില്ലാത്ത, ഇളക്കമില്ലാത്ത ശാന്തി. മറ്റതിടയ്ക്ക് ശാന്തി ഉണ്ടാവും, ഇടയ്ക്ക് ഉണ്ടാവില്ല, അങ്ങനെയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ നിഷ്ഠായാം ഭവാം ശാന്തിയും മോക്ഷമാകുന്ന പരമപദപ്രാപ്തി എങ്ങനെയാണ്? ഭാഷ്യകാരൻ പറയുകയാണ്, അടിവരട്ട് പറയുക, ഭാഷ്യകാരൻ പറയുകയാണ്, സത്വശുദ്ധി ജ്ഞാനപ്രാപ്തി സർവകർമ്മ സന്യാസ ജ്ഞാനനിഷ്ഠാക്രമേണ. കർമ്മയോഗം കൊണ്ട് സത്വശുദ്ധി ഉണ്ടാവുന്നു, ബുദ്ധിശുദ്ധി ഉണ്ടാവുന്നു. സത്വശുദ്ധി കൊണ്ട് ജ്ഞാനപ്രാപ്തി ഉണ്ടാവുന്നു, ജ്ഞാനപ്രാപ്തി കൊണ്ട് സർവകർമ്മ സന്യാസം ഉണ്ടാകുന്നു, സർവകർമ്മ സന്യാസം കൊണ്ട് ജ്ഞാനനിഷ്ഠ ഉണ്ടാവുന്നു. ഇങ്ങനെ ഈ ക്രമത്തിലാണ്, അല്ലാതെ അല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മയോഗം കൊണ്ട് മുക്തനായി എന്ന് പറഞ്ഞാൽ ശരിയാണ്, അത് ഈ വഴി കൂടിയാ. ഒരാൾ പറയാണ് കർമ്മയോഗം കൊണ്ട് മോക്ഷം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ തെറ്റെന്നങ്ങ് പറയരുത്. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് ഒരു ബസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അതിൻ്റെ മുകളിൽ ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ്, എന്ത് മംഗലാപുരം. അത്രയും ഉണ്ടാവുള്ളൂ ചിലതിലോ മംഗലാപുരം ഒന്ന് വലുതായിട്ടുണ്ടാവും. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, ഇത്രയും ഉണ്ടാവും. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിലല്ലേ കടന്നു പോണത്? ഇല്ല, അതെ, അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിലാണ് കടന്നു പോണത്. പിന്നെ ആകെയുള്ളൊരു മാറ്റം ഉണ്ടാച്ചാ എഴുതാത്ത ആളവിടെ നിർത്തിയില്ല എന്ന് നമുക്ക് ചിലപ്പോൾ കയർക്കാൻ പറ്റില്ല. നിങ്ങൾ കൊയിലാണ്ടി നിർത്തിയില്ലല്ലോ, പയ്യോളി നിർത്തിയില്ലല്ലോ, പയ്യോളി എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതിനോട് പറഞ്ഞത് ഇത് മിന്നലാണ്, ഒരൊറ്റ മിന്നലാണ്, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് കർമ്മയോഗം കൊണ്ട് മോക്ഷം എന്ന് പറഞ്ഞാൽ തെറ്റെന്നാരും പറഞ്ഞേക്കരുത്. പക്ഷേ ഇങ്ങനെ മനസ്സിലാക്കണം. എങ്ങനെ? കർമ്മയോഗം കൊണ്ട് ചിത്തശുദ്ധി,
ചിത്തശുദ്ധി കൊണ്ട് ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞ ജ്ഞാനപ്രാപ്തി എന്നാ, അതിനിടയ്ക്ക് പിന്നെയുണ്ട്, ഒന്നും കൂടി വിസ്തരിക്കാം. അതെന്താണ്? അന്ധകരണശുദ്ധി കൊണ്ട് ജ്ഞാനവിചാര സാമർഥ്യം. ജ്ഞാനവിചാര സാമർഥ്യത്തിന് ശേഷം ശ്രവണമനന നിധ്യാസ പ്രവൃത്തി, ജ്ഞാനപ്രാപ്തി, ജ്ഞാനപ്രാപ്തിയിലൂടെ സർവകർമ്മ സന്യാസം, സർവകർമ്മ സന്യാസത്തിലൂടെ ജ്ഞാനനിഷ്ഠ. ഈ ക്രമത്തിൽ മുക്തനാകുന്നു. നൈഷ്ഠികീം ശാന്തിം ആപ്നോതി, നിഷ്ഠാപൂർവമായ ശാന്തിയെ നേടുന്നു. എന്നാൽ യഹാതു, വായിച്ചില്ല, യഹാതു പുനഃ അയുക്തഃ അസമാഹിതഃ കാമകാരേണ കരണം കാരഃ കാമസ്യ കാരഃ കാമകാരഃ തേന കാമകാരേണ കാമപ്രേരിതതയാ ഇത്യർത്ഥഃ. മമ ഫലായ ഇദം കരോമി കർമ്മ ഇത്യേവം ഫലേ സക്തഃ നിബധ്യതേ അതഃ ത്വം യുക്തോ ഭവ ഇത്യർത്ഥഃ. അപ്പം ഇനി ആരാണോ അയുക്തൻ ചൽ, ഈ യോഗയുക്തനായിട്ടില്ലാത്ത ആൾ, കർമ്മി, സാധാരണ കർമ്മി, ഇതെനിക്ക്, ഇത് ഞാൻ ചെയ്യണത്, ഇതെൻ്റത് എന്നുള്ളതായ മമത്വത്തോടു കൂടിയവൻ, അസമാഹിതൻ, കർമ്മയോഗ ബുദ്ധിയോടുകൂടി സമാഹിതനല്ലാത്തവൻ, കാമകാരേണ, കാമപ്രേരിതതയാ. അപ്പം ഭാഷ്യകാരൻ പറയുകയാണ്, ഈ കാരഹ എന്ന് പറഞ്ഞാൽ കരണമാണ്. കരണം, കരണം എന്ന് പറഞ്ഞാൽ എന്താ? അസാധാരണം കാരണം കരണം. കരണം എന്ന് പറഞ്ഞാൽ അസാധാരണം കാരണം, അതിന് പറയുന്ന പേരാണ് കരണം. നമ്മൾ അന്ധകരണം ബാഹ്യകരണം എന്നൊക്കെ പറയുമ്പോൾ ക്രിയത്തെ അനേന ഇതി കരണം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഇവിടെ അതല്ല. ഇവിടെ കരണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അസാധാരണം കാരണം, അസാധാരണമായ കാരണം. ഉദാഹരണം പറയാം, അപ്പം മനസ്സിലാവും. അരി പാകം ചെയ്ത് ചോറുണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ചോറുണ്ടാവുക എന്നുള്ള കാര്യത്തിന് കാരണങ്ങളുണ്ട്. എന്തൊക്കെ കാരണങ്ങളുണ്ട്? ചൂട് വേണം, വെള്ളം വേണം, പാത്രം വേണം, അരി വേണം, പ്രയത്നം വേണം, ഒക്കെ വേണം. മുമ്പാണിച്ചപ്പോൾ അടുപ്പ് എന്നൊക്കെ പറയായിരുന്നു, അപ്പോൾ അടുപ്പൊന്നും പറയാൻ വയ്യ അല്ലേ? ഇപ്പം മൈക്രോവേവും അതും ഇതൊക്കെ ആയിട്ട് അടുപ്പ് എന്നൊന്നും പറയാൻ വയ്യ. എന്തായാലും ചൂട് വേണം എന്ന് പറയാം. ഇപ്പം പുതിയ അരി കണ്ടുപിടിച്ചിട്ടുണ്ട്, വായിച്ചില്ലേ? ചൂടാക്കണ്ടെന്ന്, വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചാൽ മറ്റതേപോലെ വേവണത്, വായിച്ചില്ലേ? ഉണ്ട്, ആസാമിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിവിടെയും വരുന്നുണ്ട്. സുഖമാണ്. പാകം ചെയ്ത് അതേ ഫലം വരും. 40 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ല വെന്ത് പാകാവും. അത് മറ്റേ കൃത്രിമമായിട്ടുള്ളതൊന്നുമല്ല, ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഭാരതത്തിൽ തന്നെ കണ്ടുപിടിച്ചതാണ്, ആസാമിലാണ് കണ്ടുപിടിച്ചത്. ഒരു 2 കൊല്ലം കൊണ്ട് നമുക്ക് വ്യാപകമാവും. സുഖ പിന്നെ പിന്നെ ബാക്കി പിന്നെ അതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അല്ലേ, അപ്പം നോക്കാം. എന്ത് അതിപ്പോൾ അപ്പം നമുക്ക് അപ്പം നോക്കിയിട്ട് കാര്യമുണ്ടോ? ദഹനക്കുറവുണ്ടാവുക എന്നൊക്കെ ചോദിച്ചാൽ രോഗം വരുമോ എന്നൊക്കെ അപ്പം നോക്കാം, അല്ലാണ്ടെന്താ ഇപ്പോൾ നോക്കിയിട്ട് പോകുന്ന എന്താ ഇരിക്കട്ടെ. അപ്പം ഇപ്പോഴത്തെ നിലയ്ക്ക് ഇതൊക്കെ വേണം. ഇതിൽ ഏതാണ്? ഇതൊക്കെ കാരണങ്ങളാ അല്ലേ? വെള്ളം, പാത്രം, പുരുഷപ്രയത്നം, ചൂട്, അരി, ഇതൊക്കെ കാരണങ്ങളാണ്. എന്നാൽ ചോറ് അഥവാ കഞ്ഞി ഉണ്ടാവുന്നതിനുള്ള കാരണം ഏതാണ്? അരി മാത്ര. കാരണം കറി ഉണ്ടാക്കണമെങ്കിലും മറ്റതൊക്കെ വേണം, ചായ ഉണ്ടാക്കണമെങ്കിലും മറ്റതൊക്കെ വേണം. അപ്പം അത് ചോറിന് മാത്രമുള്ള കാരണമല്ല, അത് സാധാരണ കാരണങ്ങളാണ്.
പാത്രം, പുരുഷപ്രയത്നം, ചൂട്, വെള്ളം, ഇത് സാധാരണ കാരണമാണ്. അസാധാരണ കാരണം ഏതാ? അരി മാത്രമാണ്. അപ്പം അരിയാണ് അവിടെ കരണം. ഇതുപോലെ ഒരു കാര്യത്തെ ഉണ്ടാക്കുന്നതിൻ്റെ അസാധാരണ കാരണത്തിന് പറയുന്ന പേരാണ് കരണം. ഈ കരണമാണ് ഇവിടെ കാരഹ. ഇപ്പൊ കാമകാരേണ കാമമാകുന്ന അസാധാരണ കാരണത്താൽ ചെയ്യപ്പെടുന്ന കർമ്മം, വെറും ആഗ്രഹപ്രേരിതമായിട്ട് ചെയ്യപ്പെടുന്നത്. കാമപ്രേരിതമായിട്ടുള്ള കർമ്മം കൊണ്ട് എങ്ങനെയത്? മമ ഫലായ ഇതം കരോമി, ഇതാ എനിക്ക് ഇന്ന ഫലം കിട്ടാൻ വേണ്ടി ഇന്നത് ചെയ്യുന്നു, ഇന്ന ഫലം കിട്ടാൻ വേണ്ടി ഇന്നത് ചെയ്യുന്നു എന്ന് മാത്രം സങ്കല്പത്തോടു കൂടി പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ആള്, അയാൾ എന്താ സംഭവിക്കുന്നത്? ഫലേ സക്ത, ഫലത്തിൽ ആസക്തനായിട്ട് ബന്ധിക്കപ്പെടുന്നു. ഏത് നിമിഷം ആസക്തനായോ ആ നിമിഷം ബന്ധിക്കപ്പെട്ടു. അതുകൊണ്ട് മമേതി മായാ പ്രവർത്തത എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. എൻ്റെ എന്ന നിലയ്ക്കാണ് മായ പ്രവർത്തിക്കേണ്ടത്. എങ്ങനെയാ മായ? മായനെ കണ്ടില്ലല്ലോ. മായ എന്താണ്? മമ, എൻ്റെ എന്നാണ് മായ. എൻ്റെ ചിന്തിക്കുക. അതുകൊണ്ട് ത്വം യുക്തോ ഭവ, ഹേ അർജുന, നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്, നീ യുക്തനായി തീരൂ. എന്ത് യുക്തനായി തീരൂ? കർമ്മ യോഗ യുക്തനായി തീരൂ. അതാണ് നൈഷ്ഠികയും ശാന്തിയും നേടാനുള്ള മാർഗം എന്ന് പറയുകയാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ പരമാർത്ഥദർശി ഉണ്ടല്ലോ, ആര്? സർവഭൂതാത്മഭൂതാത്മാ. അയാൾ ഇങ്ങനെ ഒന്നും ചെയ്യണമില്ല, ചെയ്യിക്കുന്നുമില്ല, ചെയ്യുകയും വേണ്ട, ഒന്നും വേണ്ട. അയാൾ ചെയ്താലും കൊള്ളാം, ചെയ്തില്ലെങ്കിലും കൊള്ളാം, എല്ലാ ചെയ്തികൾക്കും ഉപരിയാണ്. അതെങ്ങനെ? അതാണ് അടുത്ത ശ്ലോകം നമുക്ക് തുടർന്ന് പഠിക്കാം.